അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75-ാം ജന്മദിനത്തിൽ ഫോണിലൂടെ വിളിച്ചതിനും ആശംസകൾ അറിയിച്ചതിനും നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യ-US പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ട്രംപിനെ പോലെ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണെന്നും പ്രധാനമന്ത്രി കുറിക്കുകയും ചെയ്തു. സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെയാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. യുക്രൈൻ സംഘർഷത്തിന്റെ സമാധാനപരമായ പരിഹാരത്തിനായുള്ള ട്രംപിന്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് മോദി കുറിച്ചു. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോസിറ്റീവായി പുരോഗമിക്കുന്നുവെന്ന് ഇന്ത്യയും US-ഉം അറിയിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇതാദ്യമായിട്ടാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യവും ചർച്ചയ്ക്കിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രിയെ നരേന്ദ്ര എന്ന് വിളിച്ചാണ് ട്രംപ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് പിറന്നാൾ ആശംസ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 6ാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി ഇന്നലെ നടന്ന ചർച്ചകൾ അവസാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് US പ്രതിനിധി സംഘം ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയത്. US വ്യാപാര രംഗത്തെ പ്രധാന ഇടനിലക്കാരനായ ബ്രണ്ടൻ ലിഞ്ചും സംഘവുമാണ് ഡൽഹിയിലെത്തിയത്. US വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചും വാണിജ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് അഗർവാളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര കരാറിൽ നടന്ന ചർച്ചകൾ ശുഭസൂചകമായിരുന്നുവെന്ന് US എംബസി വക്താവ് ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതേസമയം 2 ദിവസ UK സന്ദർശനത്തിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനിയയും ലണ്ടനിൽ എത്തി. ഇന്ന് വിൻസർ കാസിലിൽ ചാൾസ് രാജാവും രാജ്ഞി കാമിലയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമായും ചർച്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധങ്ങളും അരങ്ങേറും. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ട്രംപ് എത്തിയിരിക്കുന്നത്. വിൻസർ കാസിലിൽ ഡൊണാൾഡ് ട്രംപിനും പത്നി മെലാനിയയ്ക്കും രാജകീയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. എയർഫോഴ്സ് 1 സ്റ്റാൻഡേർഡ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ട്രംപിനെ UKയിലെ US അംബാസിഡർ വാറൻ സ്റ്റീഫൻസും രാജാവിന്റെ ലോർഡ് ഇൻ വെയിറ്റിംഗ് വിസ്കൗണ്ട് ഹെൻറി ഫുഡും ചേർന്ന് സ്വീകരിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി US ഇന്ത്യക്ക് 25% അധിക തീരുവ ചുമത്തിയതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. തീരുവ വർധനവിന് ശേഷം ആദ്യമായി ഇന്ത്യ-US വ്യാപാര ചർച്ച ഇന്നലെ നടന്നിരുന്നു. ചർച്ച ശുഭകരം എന്നായിരുന്നു ഇരുവിഭാഗത്തിന്റെയും പ്രതികരണം. ഇതിനു പിന്നാലെയാണ് മോദിയുമായുള്ള ട്രംപിന്റെ ടെലിഫോൺ സംഭാഷണം. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞു നിന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ കർശന നടപടി. 50% തീരുവയാണ് ഇന്ത്യക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകലിന് ഈ ഒരു ചർച്ച സാധ്യമാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.